കേരളത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനാ ചരിത്രത്തിൽ പരസ്പരം ചെളി വാരി എറിഞ്ഞുകൊണ്ട് രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ അതെല്ലാം പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു അതങ്ങ് തീരും, ഒരു 1-2 ദിവസം കൊണ്ട് അത് തീരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അതിനപ്പുറം വർഗീയ സംഘടനയാണ് MSF എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന സമയത്ത് വംശീയമായി അതിനെ MSFനെ അധിക്ഷേപിക്കുകയാണ്, അല്ലെങ്കിൽ അറബി കോളേജുകളെ അധിക്ഷേപിക്കുകയാണെന്നുള്ള രീതിയിൽ തിരിച്ചു പറയുകയും തുടർന്ന് അങ്ങോട്ട് വലിയ രീതിയിലുള്ള പരസ്പരം ചെളി വാരി എറിഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. പല സമയത്ത് ABVP കോട്ട് ചെയ്തുകൊണ്ട് തന്നെ അവർ പറയുകയുണ്ടായി. പക്ഷെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുന്നവരാണ്, ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. മതം പറഞ്ഞ് കേരളത്തിലെ ക്യാമ്പസുകളിലും സ്കൂളുകളിലും വോട്ട് ചോദിക്കുന്ന MSFും ഇൻതിഫാദ പോലെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരള യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ വർഗീയതയുടെ അല്ലെങ്കിൽ ഭീകരവാദത്തിന്റെ മുദ്രാവാക്യങ്ങൾ യൂണിയന് പേര് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന SFI. അതോടൊപ്പം നമുക്കറിയാം MG യൂണിവേഴ്സിറ്റിയിൽ ഭാരതത്തിന്റെ ചിത്രം വെട്ടിമുറിച്ച രീതിയിലുള്ള ചിത്രം അവതരിപ്പിച്ചുകൊണ്ട് സെമിനാർ നടത്തിയിട്ടുള്ള ഈ വർഷം സെമിനാർ നടത്തിയ സംഘടനയാണ് SFI. എങ്ങനെയാണോ മുസ്ലിം ലീഗ് ജിന്നയുടെ നേതൃത്വത്തിൽ ഈ ഭാരതത്തെ വെട്ടിമുറിച്ചത്, അതുപോലെ ഭാരതത്തിൻ്റെ ചിത്രം വെട്ടിമുറിച്ച് SFI മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഇത്തരം ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊക്കെ പറയുന്ന സമയത്തും SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും ആലോചിക്കേണ്ടത് പല ക്യാമ്പസുകളിലും നിങ്ങൾ ഒരുമിച്ചാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണം നമുക്കറിയാം. കഴിഞ്ഞ വർഷം ഗോവിന്ദ പൈ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് കാസർഗോഡ്, അവിടെ ABVPയുടെ യൂണിയൻ ജയിക്കാതിരിക്കാൻ വേണ്ടി, ABVPയുടെ യൂണിയൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം വോട്ട് കൈമാറ്റം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ MSFും SFIയും ഒരുമിച്ച് അവിടെ യൂണിയൻ പങ്കിട്ടത്. അതിൽ ABVPയുടെ ജനറൽ സെക്രട്ടറി മാത്രമാണ് വിജയിച്ചത്. ആ സമയത്ത് SFI MSFന് വോട്ട് കൊടുത്തു. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ജയിച്ചത്. ഇതേ കാര്യം കുമ്പള IHRDയിൽ അവർ നടത്താൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ അതിനെ ABVP അതിജീവിച്ചു. ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ കഴിഞ്ഞ വർഷമാണെന്ന് ആലോചിക്കുക. SFIക്കാരും MSFകാരും ഈ പ്രസ്താവന നടത്തുന്നൊരു തലേ ദിവസമാണ് കേരളത്തിൽ സ്കൂൾ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ സ്കൂൾ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കണ്ണൂർ ടൗണിലുള്ള സ്കൂളാണ് പള്ളിക്കുന്ന് ഗവൺമെൻറ് സ്കൂൾ. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ജില്ലയിലാണ് ആ സ്കൂൾ. ആ സ്കൂളിൽ പള്ളിക്കുന്ന് ടൗണിൽ NHന്റെ തീരത്താണ്. അപ്പുറത്തൊരു വുമൻസ് കോളേജ് ഉണ്ട്. അവിടെ ഇവർ MSF SFI ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് മത്സരിക്കുന്നത്. പക്ഷേ ആ റോഡൊന്ന് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ, പള്ളിക്കുന്ന് സ്കൂളിലേക്ക് വന്നാൽ, അവിടെ ഒരുമിച്ച് മത്സരിച്ചാണ് ഇത്തവണ യൂണിയൻ പിടിച്ചിരിക്കുന്നത്. അവിടെ ABVP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. മൊത്തം 21 ക്ലാസ്സുകളിൽ ഇലക്ഷൻ നടന്ന സമയത്ത് 9 ക്ലാസ്സുകളിൽ ABVP ജയിച്ചു, 7 ക്ലാസ്സുകളിൽ SFI, 5 ക്ലാസ്സുകളിൽ MSFും ജയിച്ചു. അവിടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് SFIയുടെ ലോക്കൽ സെക്രട്ടറിയാണ് ആദി പൊത്തോളി. SFIയുടെ ലോക്കൽ സെക്രട്ടറിയാണ്, ഒരു സാധാരണ പ്രവർത്തകനല്ല, SFIയുടെ ലോക്കൽ സെക്രട്ടറിയാണ്, ഒരു ഉത്തരവാദിത്തമുള്ള ആളാണ്. അവിടെ വൈസ് ചെയർമാനായി ജയിച്ചത് ആരാ? MSFൻ്റെ പ്രവർത്തകൻ. ഏറ്റവും വലിയ ഒറ്റകക്ഷി ABVP ആണ്. അവിടെ യൂണിയൻ ജയിക്കുന്നെങ്കിൽ ABVPയുടെ എല്ലാ ആൾക്കാരും ABVPക്ക് തന്നെ വോട്ട് ചെയ്തു, ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പക്ഷേ ഈ 5ഉം 7ഉം കൂട്ടിയിട്ട് ABVPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് നിൽക്കുകയാണ്. അവിടെ SFIയുടെ ലോക്കൽ സെക്രട്ടറി ചെയർമാനാവുകയും MSFകാരൻ വൈസ് ചെയർമാനാവുകയും ചെയ്തിരിക്കുകയാണ്. അന്നോ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവർ ഈ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പരസ്പരം ചെളി വാരി എറിയുന്ന സമയത്ത് നിങ്ങൾ ഒരേ വഞ്ചിയിലെ യാത്രക്കാരാണ് എന്ന് രണ്ടു കൂട്ടരും പുറത്തു പറയാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് സ്വന്തം ജില്ലയിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി സ്വന്തം ജില്ലയിൽ ഒരുമിച്ച് മത്സരിച്ച് ABVPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന കാര്യം അതെങ്കിലും മാധ്യമങ്ങൾ മനസ്സിലാക്കണം, പൊതുസമൂഹം മനസ്സിലാക്കണം. അത് SFIക്കാരനും MSFകാരനും മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം ചെളിവാരിയറിൽ നടത്താൻ വേണ്ടിയിട്ട്.
ഇവരൊന്നിച്ച് പോവുകയാണ്, ഒന്നിച്ചൊരേ വഞ്ചിയിൽ പോവുകയാണ്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും SFIക്ക് അടിപതറിയ സമയത്താണ് SFIക്കാരൻ MSFനെതിരെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. അതുവരെ അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം മഞ്ചേശ്വരം കോളേജിലൊന്നും ഒരുമിച്ച് മത്സരിക്കുന്നതുകൊണ്ടോ ABPയെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്നങ്ങനെയല്ല. ഇന്ന് കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോകുന്ന സമയത്ത് SFIക്കാരൻ മനസ്സിലാക്കിയിരിക്കുകയാണ് MSF വർഗീയ സംഘടനയാണ്, മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നത്. സ്വന്തം കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ച് പോകുമ്പോഴാണോ ഇത് പറയാൻ വേണ്ടി തയ്യാറാവേണ്ടത്? ഇപ്പോൾ അവർക്ക് അപ്രമാദിത്വമുള്ള യൂണിവേഴ്സിറ്റികളിൽ ഇത്തരം മതമൗലികവാദികൾ കടന്നു വരുന്ന സമയത്ത് അപ്പോഴാണ് തിരിച്ചറിവുണ്ടായത്. ഇത് മണ്ണാങ്കട്ടയും കരിയിലെയും കൂടി കാശിക്ക് പോയ പോലെയാണ്. അവസാനം മണ്ണാങ്കട്ട നനഞ്ഞ് പൊടിയാറാവുമ്പോഴാണ് കരിയിലെ കുറ്റം പറയുന്നത്. അപ്പോൾ ഇവർ ഒരേ നാണയത്തിൽ മുന്നോട്ട് പോകുന്ന സംഘടനയാണ്. കേരളത്തിലെ ഇത്തരം സർവകലാശാലകളിൽ ഇവർ ഒരുമിച്ച് പോവുകയും നിലവിൽ കേരളത്തിലെ ക്യാമ്പസുകൾ മതമൗലികവാദികളുടെ അപ്രമാദിത്യം ഉണ്ടാവുന്ന സമയത്ത് ഇത്തരം പ്രസ്താവനകളുമായിട്ട് ഇവർ മുന്നോട്ട് വരികയാണ്. ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരം വർഗീയത പറയുന്ന മതമൗലികവാദത്തിൻ്റെ പിടിമുറുക്കത്തിൽ നിന്ന് ഒന്നിച്ച് ഇതിനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വിദ്യാഭ്യാസ സമൂഹത്തിനുണ്ട്. അതിന് ABVP നേതൃത്വം കൊടുക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ ചോദിക്കാനുണ്ട്? അല്ല, ഞങ്ങൾക്ക് അടികൊണ്ടോ ഇല്ലെന്നുള്ളല്ല വിഷയം. അവർ തമ്മിൽ അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലും ബഹളമൊക്കെ ഉണ്ടാക്കി. ഇത് നടത്തുന്ന സമയത്ത് എന്തുകൊണ്ട് ഇവർ ഒരുമിച്ച് മത്സരിക്കുന്നു? അതും കൂടി അവർ പറയാൻ വേണ്ടി തയ്യാറാവട്ടെ. ഇത് ഇത്രയേ ഉള്ളൂ. സ്വന്തം കയ്യിലിരുന്ന സർവകലാശാലകൾ SFIയുടെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ്. ഇതിൽ അവസാനമായിട്ട് ഇന്നലെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് എന്താ? ഇതൊരു തിരുത്തലാണ് വേണ്ടത്, ചാപ്പകുത്തലല്ല. MSF തിരുത്തിയാൽ മതി, അവർക്ക് പ്രശ്നമൊന്നുമില്ല. മറ്റു കോളേജുകളിലൊക്കെ മറ്റേ എഴുതി മേടിച്ച്, അറബി കോളേജുകളിലോ അല്ലെങ്കിൽ മറ്റ് B.Ed കോളേജിലൊക്കെ എഴുതി മേടിച്ച് ഇലക്ഷൻ വന്ന് മത്സരിച്ച് യൂണിയൻ പിടിക്കുന്നത് തിരുത്തിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതാണ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ ഇതൊരു അന്തർധാരയാണ്. അതിൽ പൊതുസമൂഹത്തെയും വിദ്യാർത്ഥികളെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള നാടകമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൊതുസമൂഹം മനസ്സിലാക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വൈസ് ചെയർമാനായിട്ട് ജയിപ്പിക്കേണ്ട സാഹചര്യം എന്താണ്? അവിടെ ABVP നമുക്കറിയാം, സ്വർഗീയ സച്ചിൻ ക്യാമ്പസ് ഫ്രണ്ടുകാരൻ്റെ കുത്തേറ്റ് വീണ പള്ളിക്കുന്ന് സ്കൂൾ. ആ സ്കൂളിലെ ABVPയുടെ അഭിമാനമാണ്. ABVP കഴിഞ്ഞ പ്രാവശ്യം യൂണിയൻ പിടിച്ചതാണ്. അപ്പോൾ അവിടെ ABVPയുടെ യൂണിയൻ പിടിക്കരുതെന്നുള്ള തീരുമാനം ക്യാമ്പസ് ഫ്രണ്ടുകാരൻ നുഴഞ്ഞു കയറിയിട്ടുള്ള MSF, ആ MSFുമായി സഖ്യം ചേർന്നുകൊണ്ട് ഇവരെ വളർത്തുകയാണ്. എന്തിനാണ് അങ്ങനെ വളർത്തുന്നത്? ഇവർ വർഗീയ സംഘടനയാണെന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നെങ്കിൽ ഒരു സ്കൂൾ വൈസ് ചെയർമാനായിട്ട് എന്തിനാണ് അവർ വിജയിപ്പിക്കുന്നത്? വർഗീയതയ്ക്കെതിരെ പോരാടുകയാണെങ്കിൽ ABVP ജയിച്ചാലോ അല്ലെങ്കിൽ മറ്റ് സംഘടന ഏത് ജയിച്ചാലും MSFനെ പോരാടാൻ ചങ്കുറ്റം കാണിക്കണ്ടേ? അതെന്തുകൊണ്ട് കാണിക്കുന്നില്ല? അവിടെയാണ് ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടത്. ABVPക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. കാരണം നമുക്കറിയാം MSFന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്, പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് നമുക്കറിയാം, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതും അത്തരം പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അതിന് തടയിടേണ്ടതും ഇവിടുത്തെ സർക്കാരാണ്. അത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അത്തരം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ABVPയുടെ അഭിപ്രായം. ABVPക്ക് ക്യാമ്പസുകളിൽ UGCമാരൊക്കെ തിരഞ്ഞെടുക്ക് വന്ന സമയത്തും നമുക്ക് ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ B.Ed കോളേജിൽ നിന്നോ അങ്ങനെയുള്ള
നോമിനേഷനുമായിട്ട് പോകാറില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് മത്സരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ മത്സരിക്കുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. സർവകലാശാലകൾ നിലവിൽ നമുക്ക് എലക്റ്റഡ് മെമ്പേഴ്സ് ഇല്ല. പക്ഷേ നമ്മളിപ്പോൾ UUC ആയിട്ട് ഇപ്പം കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് നമ്മൾ ആ ഇലക്ഷനിൽ വിട്ട് നിൽക്കുകയാണ് ചെയ്തത്. സെനറ്റിൽ ABVPയുടെ പ്രവർത്തകരില്ല. മുഴുവൻ സമയം, അതായത് സ്ഥിരം VC-മാർ വേണം എന്നുള്ളത് തന്നെയാണ് ABVPയുടെ അഭിപ്രായം. അതിൽ എന്ത് പരിഹാരമാണോ ഉണ്ടാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ആ പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ABVP ഗവർണറെ കണ്ട് നിവേദനം നൽകിയിട്ടുണ്ട്. അതേപോലെ രാഷ്ട്രീയ ഇടപെടലുകൾ അത് സർവകലാശാല ഉണ്ടാവരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ABVP ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുത്തു. അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക്, ഇരിഞ്ഞാലക്കുടയിൽ അവരുടെ ഓഫീസിലേക്ക് ABVP മാർച്ച് നടത്തി. അത് തന്നെയാണ്, സ്ഥിരം VC-മാർ വേണം. അതിൽ ഇപ്പോൾ കേസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെങ്ങനെയായാലും ആ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചാണെങ്കിൽ എങ്ങനെയാണെങ്കിലും സ്ഥിരം VC-മാർ സർവകലാശാല ഉണ്ടാവണം. അത് ക്വാളിഫൈഡ് ആയ VC-മാരാവണം. അത് ഏത് രാഷ്ട്രീയ പശ്ചാത്തലമാണെന്നല്ലോ. ഇപ്പോൾ നമുക്കറിയാം കുഫോസിൻ്റെ VC, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ രാഷ്ട്രീയ പശ്ചാത്തലമല്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ള VC-മാരുണ്ടാവണം. അതാണ് അതിൽ ABVPയുടെ അഭിപ്രായം. അതിൽ മറ്റൊരു നിലപാടോ അല്ലെങ്കിൽ ഒരു പക്ഷം ചേരലോ ABVP എടുത്തിട്ടില്ല. ഈ രണ്ടുപേരും ഇപ്പം ഗവർണർക്ക് ABVP നിവേദനം നൽകിയിട്ടുള്ള വിഷയത്തിൽ ക്വാളിഫൈഡ് ആയ ആൾക്കാരെ മാത്രമാണ് അദ്ദേഹം VC ആയിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുക എന്നുള്ള ഉറപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുത്തു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ മാസം അവസാനം, സെപ്റ്റംബർ അവസാനം അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. സ്ഥിരം VC ഉണ്ടാവണം. അതിലിപ്പോൾ ഗവർണറും അല്ലെങ്കിൽ സർക്കാരും തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ കോടതിയിൽ പോകുന്നു. അതിപ്പോൾ അതൊന്ന് പരിശോധിക്കേണ്ടതാണ്. കോടതിക്ക് അത് അതിലുള്ള അവകാശമുണ്ടോ, അല്ലെങ്കിൽ കോടതിക്ക് എങ്ങനെയാണ് നിലപാടെടുക്കുന്നത്, അത് കൃത്യമായിട്ട് നമ്മളൊന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിച്ച് അതിൽ കൃത്യമായ നിലപാട് അറിയിക്കാൻ വേണ്ടിയിട്ട് ABVP ശ്രമിക്കും. അതോടൊപ്പം തന്നെ ABVPക്ക് അതിൽ നമുക്കറിയാം സ്ഥിരം VC-മാരില്ലെങ്കിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അത് വിദ്യാർത്ഥികളാണ് അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. വിദ്യാർത്ഥികൾ അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ KTU ഇഷ്യൂ നമുക്ക് നോക്കിയാൽ KTU പ്രധാനപ്പെട്ട ആൾക്കാർ സിൻഡിക്കേറ്റിൽ പങ്കെടുക്കുന്നില്ല. എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല? അങ്ങനെ പങ്കെടുക്കാതിരിക്കുന്ന സമയത്ത് അത് യൂണിവേഴ്സിറ്റിയുടെ ഭരണത്തെയും വിദ്യാർത്ഥികളെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. അതുണ്ടാവരുത് എന്നാണ് ABVPയുടെ അഭിപ്രായം. ഇയർ ബാക്കുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിൽ 4 തവണ KTU ജനുവരിയിൽ തൊട്ടിട്ട് ഇങ്ങോട്ട് 4 തവണ സിൻഡിക്കേറ്റ് വിളിച്ചു. ഒരു സിൻഡിക്കേറ്റ് മെമ്പർ പോലും പങ്കെടുക്കുന്നില്ല. അപ്പോൾ അത്തരം ഭരണസ്തംഭനങ്ങൾ ഉണ്ടാവരുത്. അത് ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് ABVPയുടെ അഭിപ്രായം. ABVP യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാനുള്ള ഫണ്ട് അത് കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ABVP കഴിഞ്ഞ വർഷം സമരം ചെയ്തിരുന്നു. ഈ വർഷവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ABVP ആ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഗവർണറായാലും അതേപോലെ ചാൻസലർ എന്നുള്ള പദവിയിലിരിക്കുന്ന ഗവർണറായാലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായാലും കേരള സർക്കാരായാലും അത് തീർച്ചയായിട്ടും ഇത് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് ABVPയുടെ അഭിപ്രായം. ABVPയുടെ അഭിപ്രായം അത് പരിഹരിക്കണം എന്ന് തന്നെയാണ്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, ഇപ്പം ABVP നിലവിൽ ആ തുക അനുവദിക്കണം അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നടക്കണം എന്നുള്ള കാര്യവും ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ KTUവിന് കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ സർക്കാർ വന്നു. സ്വന്തമായിട്ടൊരു ആസ്ഥാനമുണ്ടോ? അതുണ്ടാവണം. ഇത്തരം കാര്യങ്ങളൊക്കെ ABVP കൃത്യമായിട്ട് കാണുന്ന സമയത്ത് മന്ത്രിയെയും ഗവർണറെയും അറിയിച്ചിട്ടുണ്ട്. അതിൽ ഇനി നമുക്കറിയാം 1-2 തവണ നമ്മൾ പരാതികൾ കൊടുക്കും.
അല്ലാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ നമ്മുടെ ക്രിയാത്മകമായ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഇനി അത് പ്രക്ഷോഭാത്മകമാകണമെങ്കിൽ അത് ABP പ്രക്ഷോഭാത്മക സമരങ്ങളിലേക്ക് മുന്നോട്ട് പോകും. അതിലൊന്നും ABPക്ക് ഒരു മടിയില്ല. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഒപ്പം നിൽക്കുന്നതിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ABPക്ക് സമരം ചെയ്യുന്നതിൽ ഒരു മടിയില്ല. അത് ABP മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വിദ്യാർത്ഥികളുടെ വാക്ക് എനിക്ക് മനസ്സിലായില്ല. അത് വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കപ്പെടണം. അതിൽ ചാൻസലർ, വൈസ് ചാൻസലർ, സർക്കാർ, സെനറ്റ്, സിൻഡിക്കേറ്റ് ഇവരെല്ലാവരും അഡ്രസ്സ് ചെയ്യേണ്ടത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഞങ്ങൾ ABVPയുടെ പ്രതിനിധി സംഘം ഗവർണറെ കണ്ട സമയത്തും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട സമയത്തും ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ്. ഞങ്ങളൊരു ഇത്തരം തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് അനാവശ്യമായ പ്രക്ഷോഭങ്ങളോ സംഭവങ്ങളോ ആരുടെ മേൽക്കും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ഗവർണർക്കെതിരെ വലിയ സമരം നടക്കുന്ന സമയത്ത് വലിയ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ അത്തരം സമരങ്ങളിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം മാർച്ച് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചു മുന്നോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ സമരമായിട്ട്. അത് ചാൻസലർ ആയാലും വൈസ് ചാൻസലർ ആയാലും സർക്കാരായാലും സെനറ്റായാലും സിൻഡിക്കേറ്റ് ആയാലും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണം. ഞങ്ങൾ ഗവർണറെ കണ്ട സമയത്തും പറഞ്ഞത് സ്ഥിരം VC വേണം, സർവകലാശാലകളിലെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതിന് അദ്ദേഹം ഉറപ്പ് വന്നിട്ടുണ്ട്. പിന്നെ കേസിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, ഇപ്പോൾ കേസ് നടക്കുന്നു, അത്തരം കാര്യങ്ങൾ അതിലെ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളത് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്.